ഇന്ന് എൻ്റെ ഡേ 2 ഇൻ അട്ടപ്പാടിയാണ്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു അട്ടപ്പാടിയിലെ ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്കൊന്നും അല്ല എൻ്റെ യാത്ര. ഞാൻ ഇന്ന് മറ്റൊരു സുഹൃത്തിൻ്റെ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുകയാണ്. എവിടെയാണോ ഉള്ളത് അവിടുത്തെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കുക എന്നൊരു മൂഡിലാണ് ഞാൻ ഇന്നുള്ളത്. സോ വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ് ഇൻ അട്ടപ്പാടി. നല്ല നെയിൽസ് ഉണ്ടല്ലോ. അട്ടപ്പാടിയിൽ വരുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ നടന്നു കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നേച്ചർ ഹീൽ ചെയ്യുമെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഓരോ പ്രാവശ്യം അട്ടപ്പാടിയിലെത്തുമ്പോൾ എനിക്ക് കിട്ടുന്നത്. ഇതാ ഇവിടെ അടുത്ത് കുറച്ച് കശുമാവിൻ്റെ തോപ്പുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ട്രക്കിംഗ് പോലെ അങ്ങോട്ട് പോയി നോക്കാം എന്താ ഉള്ളതെന്ന്. കശുമാവാണ്, കശുമാവിൻ തോപ്പ്. വലിയ തോപ്പുകളാട്ടോ. ഇനി തിട്ടായിട്ട് തിരിച്ചിട്ട് നിറച്ചും മാങ്ങ നിൽക്കുന്നുണ്ട് കേട്ടോ. കുറേയൊക്കെ പഴുത്തിടാട്ടൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട്. കുറച്ച് പച്ച തോന്നുന്നു, പക്ഷേ ഇത് പഴുത്തിട്ടുണ്ട്. ഫ്രഷ്. ഇതുപോലത്തെ പല വെറൈറ്റീസ് ഉണ്ട്. മഞ്ഞ കളറുകളുണ്ട്, ചുവപ്പുണ്ട്, മഞ്ഞ. ഇത് കേടായി. താഴെ വീണ്ടും കഴിക്കാൻ പാടില്ല. ഇവിടെ കാടിൻ്റെ ഭാഗമായതുകൊണ്ട് പാമ്പുകളും ഒക്കെ ഉണ്ടാവും, നമുക്ക് പറയാൻ പറ്റില്ല. പറിച്ചത് കഴിക്കാം. പിന്നെ ചെറിയ ചെറിയ കശുമാങ്ങകളുണ്ട് കയറി വരുമ്പോൾ, സാമ്പിൾ കശുമാങ്ങ. ഇതൊക്കെ ഈ മരത്തിലൊക്കെ കയറാം, ചെറിയ ചെറിയ മരങ്ങൾ. വർക്കൗട്ട് വരിക. Tarzan. മാവ് നോക്കി ഇത് കയറാട്ടോ, സിമ്പിളായിട്ട്. ഇതിലിവരെല്ലാവരും കേട്ടിട്ടുണ്ടാവും. കുറച്ച് പേടിയുണ്ട് എനിക്ക്. എൻ്റെ അമ്മയോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സൂക്ഷിച്ച് നടക്കണമെന്ന്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ മരത്തിലൊക്കെ കയറുന്നത്. നല്ല രസമുണ്ട്. പണ്ട് നാട്ടിലൊക്കെ പോകൂലേ അങ്ങനെ. പക്ഷെ ഇവിടെ പറിക്കാൻ അടുത്തൊന്നും ബൈക്ക് കിടക്കുന്നില്ല. ണ്ടോ ഇതിങ്ങനെ രണ്ടായിട്ട് കയറിയിട്ട് കറി വയ്ക്കാമോ? നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ റെസിപ്പി ഇടാട്ടോ. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ മണ്ണിൻ്റെ ടെക്സ്ചേഴ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഈ മണ്ണിനും ഈ മരങ്ങൾക്കും ഒക്കെ
പൂക്കൾക്കും ഇലകൾ കൊഴിയുന്നതിനൊക്കെ ഓരോ ടെക്സ്റ്റേഴ്സാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടൈമാണ്. വെയിലുണ്ട്, ചൂടൊക്കെ ഉണ്ട്, എന്നാലും കാറ്റുണ്ട്. ഞാൻ ചെറിയ മരം ഞാൻ ഒരു കറി ഉണ്ടാക്കാനുള്ള മാങ്ങ ഇത് മാത്രം എടുത്തിട്ട് പോവാട്ടോ. നല്ല പോലെ പൂ പോലെ ഇവിടെ നിൽക്കാം. എല്ലാ കാര്യങ്ങളും കാണും. ശരിക്കും ഒരു ട്രെക്കിംഗ് മോഡുണ്ട് ഇവിടെ. ഒരു വർക്കൗട്ടുമായി ട്രെക്കിങ്ങുമായി നേച്ചറ്. ഗ്രൗണ്ട് കാലിയുണ്ടാവും. അട്ടപ്പാടി തന്നെയുള്ള മറ്റൊരു സുഹൃത്തിൻ്റെ പ്ലേസിലേക്ക് വന്നിരിക്കുകയാണ് ഞാനിപ്പോൾ. ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ എപ്പോൾ അട്ടപ്പാടി വന്നാലും ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ. കാരണം അത്ര രസമാണ് ഈ പ്ലേസ്. നിങ്ങൾ ഓൾറെഡി കണ്ടു കാണുമല്ലോ അല്ലേ, ഈ പ്ലേസിലേക്ക് വരുന്ന ഒരു വഴിയും അതിന് ചുറ്റുമുള്ള കൃഷി സ്ഥലങ്ങളും പുല്ലുകളും ആ ഗ്രൗണ്ടും. ചില സമയത്ത് വരുമ്പോഴുള്ള ആ ഗ്രൗണ്ടിലൊക്കെ പിള്ളേർ കളിക്കുന്നുണ്ടാവും. മഴയത്തൊക്കെ വരുമ്പോൾ ഇവിടെ ഫുള്ള് മഞ്ഞൊക്കെ മൂടി ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഓരോ സീസണിൽ വരുമ്പോഴും ഈ സ്ഥലം നമുക്ക് ഓരോരോ അനുഭവങ്ങളാണ് തരുന്നത്. ഞാൻ ലാസ്റ്റ് ടൈം വരുമ്പോൾ ഇവിടെ ഫുള്ള് പുല്ലായിരുന്നു. ഇതിപ്പോൾ ഞാൻ മെയ് മാസത്തിലാണ് വന്നിരിക്കുന്നത്. വേനൽക്കാലത്ത് ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി ചപ്പൊക്കെ കത്തിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പം ഈ വഴി കൂടെ ഇറങ്ങുമ്പോൾ നമുക്ക് ടൗണിലേക്ക് ഇറങ്ങാൻ പറ്റും. പുഴയിലും വെള്ളമൊക്കെ പറ്റാണ്. കുറച്ച് വെള്ളം